3. Come to Morocco! Hello my cuties, it's me Anita Jamos, Indian Secret Foodie. Welcome back to my YouTube channel. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എപ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുന്നതിന് മുന്നിലുള്ള എൻ്റെ ഇൻട്രോ ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോ, അതായത് ഈ ഇൻട്രോ ഏകദേശം ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിയാറായി. ആ സമയത്താണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. ബാക്കി എല്ലാ വീഡിയോയുടെ ഇൻട്രോ ആ സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഫസ്റ്റത്തെ ഡേ ആയതുകൊണ്ട്, നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പോവാണ്. എങ്ങോട്ടാ? മൊറോക്കോയിലേക്ക് പോവുകയാണ്. അപ്പം ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ടുള്ള പാക്കിങ്ങും കൂടുതൽ ഡീറ്റെയിൽസും, പിന്നെ അവിടെ നിന്ന് രാവിലെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ടുള്ള യാത്രയും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും ഫസ്റ്റ് ഡേ ഇൻ മൊറോക്കോയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം. കാരണം എന്താണെന്ന് അറിയാമോ? ഇതൊരു ഗ്രൂപ്പ് ട്രിപ്പായിരുന്നു. നമുക്ക് ഒട്ടും തന്നെ അറിയില്ലാത്ത, ഒരാളെ പോലും പരിചയമില്ലാത്ത ഒരുപാട് പേര് ചേർന്നിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഒരു മൊറോക്കോ ട്രിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും ഒരേ വൈബായിട്ട്, ഭയങ്കര ക്ലോസ് ആയിട്ട്, പാട്ട് പാടാനാണെങ്കിലും ഡാൻസ് കളിക്കാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും എല്ലാവരും ഭയങ്കര വൈബായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രിപ്പ് എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. പിന്നെ എൻ്റെ കൂടെ വരാൻ ധന്യ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ അസ്ലേന ഞാൻ അവിടെ ചെന്നിട്ടാണ് കണ്ടത്. പക്ഷെ ഞങ്ങൾ മൂന്നൊരു നല്ല കട്ട ഫ്രണ്ട്സായിട്ട് അവിടെ ഫുള്ള് വലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. എനിവേ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ഇവിടെ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്. ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. സോ ഇത് അപ്പോൾ ഇന്നും ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ നാളെ എവിടെ പോവാ? ഒരു ട്രിപ്പ് പോവാണ്, 4 ദിവസത്തെ ട്രിപ്പ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർക്ക് എപ്പോഴും ട്രിപ്പ് മാത്രമേ ഉള്ളൂ എന്ന്. അതെ, ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. ട്രിപ്പ് പോകാൻ ഇഷ്ടപ്പെടാത്തവർ ആരാണ് ഉണ്ടിയുള്ളത്? പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എപ്പോഴും ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണല്ലോ ട്രിപ്പിന് പോകുന്നതെന്ന്. അതെ, എല്ലാം നമുക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണല്ലോ. എനിക്ക് സംഭവം കണ്ടിന്യൂസ് 5 ദിവസം ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. 6ാമത്തെ ദിവസം നാളെ രാവിലെ 6 മണിക്കാണ് ഫ്ലൈറ്റ്. സോ ഇനി വേണം പാക്ക്. ഇന്നലെ കുറച്ചൊക്കെ ഞാൻ ചെയ്തു വെച്ചു, ബാക്കിയൊക്കെ സെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ മുന്നത്തെ പോലെ 10 kg ബാഗൊന്നുമില്ല, 7 കിലോൻ്റെ ബാഗേ ഉള്ളൂ. അപ്പം അതെനിക്ക് തികയോ എന്നുള്ള ഡൗട്ട് നല്ലപോലെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇന്ന് കുറച്ചൊരു 2 മിനിറ്റ് നേരത്തെ ഇറങ്ങി. അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, എന്നാലും 2 മിനിറ്റ് നേരത്തെ ഇറങ്ങി. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്ന വഴിയിൽ പിസ്സ മേടിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ കുളിക്കണം, സെൽഫ് കെയർ ചെയ്യണം, ഹെയർ കെയർ ചെയ്യണം, പാക്ക് ചെയ്യണം. 12 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഗാറ്റ്വിക് എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ്. 2:30-3 മണിയാകുമ്പോൾ അവിടെ എത്തണം. 6 മണിക്കാണ് ഫ്ലൈറ്റ്. സോ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പോകുന്ന വഴി ഞാൻ പറഞ്ഞു തരാം. എനിവേ, യൂണിഫോമൊക്കെ നശിച്ച് കഴുകാനിടാം. അപ്പോൾ നമുക്ക് പോയാലോ? ബൈ. സോ ഗായ്സ്, എൻ്റെ മൂക്കിൽ ഞാൻ നോസ് സ്ട്രിപ്പ് ഒട്ടിച്ചേക്കുവാണ്. ഇത് മേ ബി ഇളക്കാൻ സമയം വേദനിക്ക്. ഞാൻ കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞു. ബിക്കോസ് ഇളക്കാൻ പറ്റുന്നില്ല. എൻ്റെ നോസിൽ അധികം ബ്ലാക്ക് ഹെഡ്സ് ഇല്ല, എന്നാലും കുറച്ചൊക്കെ കിട്ടി ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാം. കണ്ട വർക്കാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി മോഹൻ ചെന്ന് കഴിവാം. അതിന് മുന്നിലേ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളാണ്. 7 കിലോൻ്റെ ബാഗിലാണ് കൊണ്ടുപോകുന്നത്. ഇനി എൻ്റെ കുഞ്ഞ് ബാഗിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പം 4 ദിവസത്തേക്ക് ഇടാനുള്ള ഡ്രസ്സ് നോർമലി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നൈറ്റ് ഡ്രസ്സ് വിത്ത് ഒരു പൂളിൽ ഇറങ്ങുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ അണ്ടർവെയേഴ്സ്, പിന്നെ ഒരു ഫ്ലാറ്റ് ചെപ്പൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഷൂ ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. 2 സൺഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒന്നിവിടെ ഉണ്ട്. 2 സൺഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും ഇങ്ങനത്തെ ഒരു ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഷാമ്പൂ, കണ്ടീഷണർ, ഫേസ് വാഷ്. കാരണം 100 ml കൂടുതൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. മാത്രം വെയിറ്റും ഓവറാണ്, നമ്മൾ കൊണ്ടുപോയിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ നെസസറി ആയിട്ടുള്ള മേക്കപ്പ് സാധനങ്ങൾ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകാൻ എടുത്തേക്കുന്നത്. പിന്നെ നോർമലി പോകുന്ന ദിവസം തന്നെ പോകുന്ന രാവിലെ 6 മണിക്ക് ഫ്ലൈറ്റ് കയറി 10 മണിക്ക് അവിടെ എത്തും. അപ്പം തന്നെ നമ്മൾ കുറച്ച് സ്ഥലം കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സും നോർമലി ഒരു നല്ല ഡ്രസ്സാണ്. അപ്പം നല്ല തണുപ്പുണ്ടായിരിക്കും ഇവിടെ. അവിടെ തണുപ്പല്ല, അവിടെ ചൂടാണ്. ഒരു നോർമൽ നമ്മളെ നാട്ടിലൊക്കെ വെതറാണ്. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഇപ്പം സമയം 10:45 കഴിഞ്ഞു കേട്ടോ.
അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഞാൻ കുളി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ സമയം ഏകദേശം 11:15 തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം ഇനി ഞാൻ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം ഒരു മാസ്ക് ഒക്കെ ഇട്ടു. ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ വീട്ടിൽ വരുന്നത്. പിന്നെ കുറേ നാൾക്ക് മുന്നെയാണ് ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തത്. അപ്പോൾ ഒരു മാസ്ക് ഒക്കെ ഇട്ട് കുറച്ച് ടൈം ഉണ്ടല്ലോ, കുറച്ച് മാസ്ക് ഒക്കെ ഇട്ട് ഒന്ന് നോർമലായിട്ട് റെഡി ആവാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇച്ചിരി ടയേർഡാണ് കേട്ടോ. 5 ദിവസത്തെ ഷിഫ്റ്റ് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം എന്നുണ്ട്. ഒരു സൂപ്പർ ഉറക്കം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഡേ ടൈം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എണിച്ചില്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. നമ്മൾ ഉച്ചയ്ക്ക് എണിക്കുമ്പോഴത്തേക്കും ഇവിടെ നേരെ ഓൾറെഡി ഇരുട്ടി കാണും. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഏകദേശം 12:15 കഴിഞ്ഞു. കണ്ണിൽ ഉറക്കം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് കാറിൽ 2 hours ട്രാവൽ ഉണ്ട്. ആ സമയത്തൊന്ന് ജസ്റ്റ് പുറകെ കിടന്ന് ഉറങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഉറക്കം എനിക്ക് വരുന്നുണ്ട്. അവിടെ എയർപോർട്ടിൽ പോയാലും ഇമിഗ്രേഷനും ചെക്കിങ്ങും അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി വീണ്ടും അവിടെ പോസ്റ്റ് ആയിരിക്കും. ആ സമയത്ത് നമുക്ക് എന്തായാലും ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ഉറക്കം വരുന്നത് ഗൈസ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് 2 hours ട്രാവൽ ഉണ്ട്. ഏകദേശം 3:30 ഒക്കെ ആകുമ്പോഴത്തേക്കും എയർപോർട്ട് എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ചെക്കിങ്ങിനൊക്കെ കഴിഞ്ഞ് അകത്ത് കയറണം. 6 o'clock കറക്റ്റ് പ്രോപ്പറായിട്ട് ഫ്ലൈറ്റ് എടുക്കുന്നത്. അപ്പോൾ ടീംസും കാര്യങ്ങളൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. ലൈക്ക് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ട്രിപ്പായിട്ടാണ് പോകുന്നത്. അതിൻ്റെ വീഡിയോയും ഡീറ്റെയിൽസും വിശേഷങ്ങളും ഒക്കെ ട്രിപ്പിൻ്റെ എപ്പിസോഡ് ബേസ് ആയിട്ട് വരുന്നുണ്ട്. കുറേ നാളുകൊണ്ട് ഞാൻ ട്രാവൽ വ്ലോഗ് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. എനിക്കും തോന്നുന്നുണ്ട്. വേറെ കണ്ടന്റിന് ഭയങ്കര ക്ഷാമമാണ് ഗൈസ്. എടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട്. കണ്ടന്റ്സ് കുറേ ഉണ്ട്. ഈ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ച പോലെ തന്നെ മന്ത്ലി എക്സ്പെൻസ്, 1 month സാലറി, യൂട്യൂബ് ഇൻകം, സോഷ്യൽ മീഡിയ ഇൻകം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ടന്റ് ഉണ്ട്. പക്ഷേ എടുക്കാനുള്ളൊരു ടൈം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് എടുക്കാതെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും എയർപോർട്ടിൽ എത്തിയിട്ട് നമുക്ക്. ഹലോ, അപ്പം ഞാൻ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. എന്നെ അലക്സേനാണ് കൊണ്ടാക്കിയത്. അപ്പം ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. നല്ല തണുപ്പുണ്ട്. അമ്മ എനിക്കറിഞ്ഞൂടെ എന്താണെന്ന്. നല്ലൊരു കഷ്ടം പിടിച്ച യാത്രയായിരുന്നു. കാരണം എല്ലാ വഴിയും ബ്ലോക്കായിരുന്നു. റോഡ് വർക്ക്സ് കാരണം അവർ വേറെ വഴി തിരിച്ച് വിട്ടായിരുന്നു. കുഴപ്പമില്ല. 3:45 എത്തേണ്ടത് 3:45. ഒരു അരമണിക്കൂർ കൂടി, അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഏകദേശം ഞങ്ങളെല്ലാ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ ടീമിൽ നമുക്ക് ഇവളെ അറിയില്ല, അശ്ലീനെ. സോ ഞങ്ങളെല്ലാവരും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുവാണ്. 2 പേരുടെ വരാനുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ എയർവേസ് വന്നിട്ട് വിസ ആണ്. നമ്മൾ അൽബേനിയ പോയതും വിസ എയർവേസിലായിരുന്നു. സോ അപ്പോൾ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ബട്ട്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. എന്നാലും എനിക്കറിയില്ല, ഡ്യൂട്ടി ഫ്രീ എന്നൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മൂഡില്ല, ഉറക്കം വരുന്നു ഗൈസ്. ഞാൻ എന്ത് ചെയ്യാനാണ്. ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഒരു 5:45 ആയ സമയത്ത് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ചെക്കിങ്ങിനല്ല, നമ്മൾ ഗേറ്റ് ഓപ്പൺ ആയിട്ടാണ്. 23 ആയിരുന്നു ഗേറ്റ്. നമ്മളുടെ ചെക്കിൻ ചെയ്ത സ്ഥലത്ത് നിന്ന് ഇവിടെ വരെ വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് ദൂരം നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബാഗിൻ്റെ വെയിറ്റ് കുറച്ച് പ്രശ്നമായതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കര ടെൻഷനാണ്. എല്ലാവരുടെ ബാഗിൽ വെയിറ്റ് കൂടുതലാണ്, പിന്നെ ബാഗിൻ്റെ വലിപ്പവും കൂടുതലാണ്. അപ്പം അത് ഇച്ചിരി പ്രശ്നമാവും എന്നുള്ളൊരു പേടി എല്ലാവർക്കും നല്ല രീതിയിലുണ്ട്. സാധാ സീറ്റിൻ്റെ അടിയിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാഗായിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണോ അല്ലയോ എന്ന് നല്ല ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് അവർക്ക്. അപ്പം 5:45 നമ്മളിപ്പം 6:10 ട്രെയിനൊന്ന് ഫ്ലൈറ്റ്. നമ്മൾ കയറി നിൽക്കണം. എല്ലാവരും ഇവിടെ ഒരു ഭാഗത്ത് ഇവിടെ വീഡിയോ, ഒരു ഭാഗത്ത് വ്ളോഗേഴ്സ് എല്ലാവരും ഇവിടെ. നമ്മളെ വ്ളോഗേഴ്സ് നമ്മുടെ ടീംസ് എല്ലാവരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞങ്ങളുടെ എല്ലാ ചെക്കിനും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. സോ എൻ്റെ ലക്ക് പോലെ എനിക്ക് സൈഡ് സീറ്റാണ് കിട്ടിയേക്കുന്നത്. ഫ്ലൈറ്റ് ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നതേ ഉള്ളൂ. വിസ് എയറിൻ്റെ ഫ്ലൈറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം എല്ലാം കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ പോകാൻ തുടങ്ങുകയാണ്. ഇവിടുന്ന് 3 to 4 hours ട്രാവൽ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചെറുതായിട്ടൊന്ന് വിശക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബോർഡിങ്ങൊക്കെ ഓക്കെ ആയിരുന്നു.
എല്ലാ ഫ്ലൈറ്റിലും യാത്രയിലും എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ കിട്ടിയില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നീണ്ട 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം മൊറോക്കോ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തേക്ക്, അതായത് നോർത്ത് ആഫ്രിക്കയിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്ന ഫ്ലൈറ്റാണ് അത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇമിഗ്രേഷന് വേണ്ടി അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. എനിവേ, വെൽക്കം ടു മൊറോക്കോ. ഏകദേശം നമ്മൾ ഇമിഗ്രേഷൻ എത്തി. നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ക്യൂ നിന്നിട്ടാണ് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്. നല്ല രീതിയിൽ നല്ല 2 സെപ്പറേറ്റ് ലൈൻസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഞാനതൊന്ന് കാണിച്ചു തരാം. അവിടെയും നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ. ഇവന് സോ നല്ല ഗൈസ് നല്ല തിരക്കുണ്ട്. പിന്നെ ഇന്ന് മിസ്സാക്കാൻ എൻ്റെ കയ്യിൽ ബാഗൊന്നുമില്ല, നോർമൽ ഹാൻഡ് ബാഗാണുള്ളത്. അതുകൊണ്ട് പേടിക്കണ്ട കേട്ടോ. ഇമിഗ്രേഷനൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് ബാഗ് പാക്ക് ചെയ്ത്, പക്ഷേ ബാഗ് കളക്ട് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കാർക്കും ലഗേജ് ബാഗ് ഇല്ല, എല്ലാവർക്കും ഹാൻഡ് ബാഗാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ഭയങ്കര ലാഗായിരുന്നു കേട്ടോ ഇമിഗ്രേഷനിൽ. ഭയങ്കര ലാഗ്. എന്തോരം ടൈം അവിടെ സ്പെൻഡ് ചെയ്തു എന്നറിയാമോ? ആയിരക്കണക്കിന് ആൾക്കാർ പിന്നിൽ ക്യൂ നിൽക്കുന്നു. ഇവർ ചുമ്മാ സംസാരിച്ച് കളിച്ച് ചിരിച്ച്. ഞാൻ കണ്ടിട്ടുള്ള എയർപോർട്ടുകളിൽ വെച്ചിട്ട് ഏറ്റവും വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ഇതായിരുന്നു. ഒത്തിരി ആൾക്കാർ ക്യൂ നിൽക്കുന്നത്, ലഗേജ് ചുമന്നിട്ട് കൈയും വയ്യാണ്ട് കാലും വയ്യാണ്ട് അവർ ക്യൂ നിൽക്കുന്നു. ഇവർ ഇമിഗ്രേഷനിൽ ഇരിക്കുന്നവർ ചിരിച്ച് കളിച്ച് ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒരു 100 തവണ റിപ്പീറ്റ് ചെയ്ത്. എൻ്റെ അടുത്ത് തന്നെ ഫസ്റ്റ് ചോദിച്ചത് മുസ്ലിം ആണോ എന്ന്. മുസ്ലിം ആണെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് കയറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടോ. എന്തായാലും കുഴപ്പമില്ല. ലാൻഡിങ് ഇച്ചിരി പേടിച്ചോ? സോ നമ്മുടെ ധന്യ ചേച്ചി വന്നിട്ടുണ്ട്. പുതിയ ഗോപ്രയൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത് ഗൈസ്. എന്താണ് നോക്കട്ടെ തിരിച്ച്. ഹായ്, വോയിസ് എങ്ങനെയുണ്ട്? മൈക്ക് ഉണ്ടോ? ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റൂലേ? കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഓ, ഇതിങ്ങനെയൊക്കെ ആക്കാൻ പറ്റൂലേ? ഇത് അനങ്ങും. അതെ അനങ്ങുന്നുണ്ട്. പുതിയതാണോ? എപ്പോഴും വാങ്ങിച്ചതാ? ട്രിപ്പിന് വേണ്ടി വാങ്ങിച്ചതാണോ? യൂട്യൂബിന് വേണ്ടി വാങ്ങിച്ചത്? ഓ, സോ നമ്മൾ ധന്യ ചേച്ചി സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്ന് വന്നതാണ്. നമ്മളെല്ലാവരും ഒരു ട്രിപ്പിലുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂടെയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമ്മൾ ധന്യ ചേച്ചിയാണ്. പിന്നെ അസ്ലി ഉണ്ട്. അസ്ലി ഐഫോണിലെ പുതിയ ഓപ്ഷൻ എനിക്ക് എന്തായാലും അങ്ങ് ഇഷ്ടപ്പെട്ടു. നമുക്ക് പോസ് ചെയ്തത് വെച്ചിട്ട് ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റും. സോ ധന്യ ചേച്ചി വന്നിട്ടുണ്ട്, ബാക്കിയുള്ളവർ ഇവിടെയുണ്ട്. കുറച്ച് പേര് അകത്തെ ഇമിഗ്രേഷനകത്ത് നിൽക്കുവാണ്. ഞാൻ ഇതുവരെ അങ്ങനെ വലിയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഫ്ലൈറ്റിൽ ഇരുന്ന് ഫുൾ ഉറക്കമായിരുന്നു. ഈ 3 ദിവസമായി ഉറങ്ങിയിട്ട്. ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്ന് നന്നായിട്ട് ഉറങ്ങി. ഇച്ചിരി പെടലി വേദനയൊക്കെ ഉണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ സഹാറ മരുഭൂമിയിൽ ആ വേ പോകുന്നതാണ്. അപ്പം നമ്മൾ സഹാറ മരുഭൂമിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പം നമ്മൾ നേരെ ഹോട്ടൽ റൂമിലേക്കല്ല പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് 2-3 സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒന്ന് കൊണ്ടുവരും. ഇവിടെയുള്ള കുട്ടികളുടെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ മേക്കപ്പ് ചെയ്തോണ്ട് ഞാനും. അപ്പൊ നമ്മളെല്ലാരും കുറെ പെൺപിള്ളേരുള്ളതുകൊണ്ട് അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്റെ അപ്പുറത്തും ഇപ്പുറത്തും വ്ളോഗേഴ്സാണ്. പുതിയ വ്ളോഗർ പുതിയ ഗോപ്രൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്. അതെ, നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. നല്ല സംഭവം. നോക്കട്ടെ, പറ്റുമല്ലോ മേടിക്കണം. ഇത് മേടിച്ചാൽ അങ്ങനെ ഞാനും. അപ്പൊ നമ്മളെല്ലാരും കുറെ പെൺപിള്ളേരുള്ളതുകൊണ്ട് അതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്റെ അപ്പുറത്തും ഇപ്പുറത്തും വ്ളോഗേഴ്സാണ്. കൊച്ചിന്റെ സൺസ്ക്രീൻ തീർത്തു അരുതായിരുന്നു. നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. നല്ല സംഭവം. ഓക്കെ, സെറ്റ്. ഞാൻ ഓരോന്ന് കട്ട് ചെയ്യോ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു
ഏത് കറൻസിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മൊറോക്കൻ ദിർഹമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ യൂറോയും എടുക്കും. പക്ഷെ ഞാൻ അവിടെ നിന്ന് യൂറോ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദിർഹം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എയർപോർട്ടിൽ തന്നെയുള്ള എക്സ്ചേഞ്ച് ഓഫീസിൽ വന്നേക്കുവാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ദിർഹം ആക്കി മാറ്റാം. ഓക്കെ, സോ നമ്മൾ കറൻസി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി 100 പൗണ്ടിന് യൂറോ ആക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന്. മൊറോക്കോ ദിർഹംസ് അവിടെയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതാണ് മൊറോക്കോ ദിർഹംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ 80 പൗണ്ടിന് മൊറോക്കോ ദിർഹംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ടോട്ടലി എത്രയുണ്ടെന്ന് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം 80 പൗണ്ടിന് ഞാൻ മൊറോക്കോ ദിർഹംസ് എടുത്തിട്ടുണ്ട്. 100 പൗണ്ടിന് യൂറോ ഇട്ടു. യൂറോ ആകുമ്പോൾ തിരിച്ച് കൊണ്ടു ചെന്നാൽ അവർ ചേഞ്ച് ചെയ്യും. പക്ഷേ മൊറോക്കോ ദിർഹംസ് ആണെങ്കിൽ തിരിച്ച് നമ്മൾ കൊണ്ടു ചെന്നാൽ അവർ ചേഞ്ച് ചെയ്ത് നമുക്ക് തരത്തില്ല. സോ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് എവിടെയാണ്? വെൽക്കം ബാക്ക് ടു മൊറോക്കോ. ഞങ്ങൾ ഓൾറെഡി ഈസിം ആക്കിയായിരുന്നു. അപ്പോൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും 3-4 എയർപോർട്ടിൻ്റെ മുന്നിൽ വന്നപ്പോൾ 3-4 സിമ്മിൻ്റെ ഷോപ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഈസിം എടുത്തു. 12 പൗണ്ടിന് 2 GB. സോറി, നമ്മൾ ഏകദേശം എയർപോർട്ടിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് എയർപോർട്ടിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സിം എടുക്കാൻ വന്നപ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഈ സിം ഫോണിൽ ആക്ടിവേറ്റ് ചെയ്തായിരുന്നു. 12 പൗണ്ടിന് ഏകദേശം 2 GB 7 ഡേയ്സിന്. അപ്പോൾ നമുക്കതെന്തായാലും ഇനഫ് അല്ല. കാരണം അപ്ലോഡിങ്ങും കാര്യങ്ങളും പോസ്റ്റിങ്ങും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്കത് ഇനഫ് അല്ല. അപ്പോൾ നമ്മളിവിടെ പുറത്ത് സിമ്മിൻ്റെ കാര്യം നോക്കിയപ്പം 20 GBക്ക് 20 യൂറോ, 30 GBക്ക് 30 യൂറോ അങ്ങനെ പറയാം. അപ്പോൾ നമുക്കത് ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ആ ഒരു സിമ്മും കൂടി ഞാൻ എടുത്തു. ധന്യ ചേച്ചിൻ്റെ ഫോണിൽ അത് കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ നല്ല വീടുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിൽ അത് ആക്ടിവേറ്റ് ആക്കി. അപ്പോൾ 2 സിം ഇപ്പം യൂസ് ചെയ്യാമല്ലോ. രണ്ടും വേറെ വേറെ നമ്പറാണ്. അതിന് കാര്യമില്ല, 4 ദിവസത്തേക്കല്ലേ. നമുക്ക് നെറ്റ് മാത്രമാണല്ലോ മാൻഡേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം. അങ്ങനെ നമ്മളിവിടെ നിൽക്കുവാണ്. എൻ്റെ ഫോണിൽ 10% ചാർജേ ഉള്ളൂ. കാറിൽ കയറിയിട്ട് ചാർജ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. പക്ഷെ വിശന്നിട്ട് വയ്യ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഭയങ്കര വെയിലാന്ന് വെച്ചാല് നല്ല കിടില വെയിലാണ്. സൂപ്പർ വെയിലാണ്. വിന്റർ ആയപ്പം ഒന്ന് UK നിന്ന് വെളുത്ത് തുടങ്ങിയ ഒരു ടൈമായിരുന്നു. ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇവിടെ നിന്നുള്ള 4 ദിവസം ട്രിപ്പ് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും കുരുവൊക്കെ വന്ന് ടാനൊക്കെ അടിച്ച് സെറ്റ് ആവും. എത്ര സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ബോഡി മീൻസ് അവർ സ്കിന്ന്, അവർ കളറ്, അവർ സ്റ്റൈല്. സോ അത് ശരിയാവും തോന്നില്ല. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. നല്ല വെയിലുണ്ട്. സൺഗ്ലാസ് വെച്ചേക്കുന്നത് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഗൈസ്. സ്റ്റൈൽ എൻ്റെ സ്റ്റൈലിൽ എൻ്റെ ബോഡി. സോ അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടാകുന്നുണ്ടല്ലോ. ഞാൻ 0.5 ഇടാൻ മറന്നു. അപ്പോൾ അതെ ഏതോ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. എന്താ സംഭവം? എന്താ നമ്മൾ വണ്ടി കയറിയപ്പോൾ തന്നെ ഇയാൾ നമുക്ക് എന്തൊക്കെയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അതെ സ്വീറ്റ്. അപ്പം മൊറോക്കോ വരുന്നുണ്ട്. വെൽക്കം ആയിട്ട് അവർ തരുന്നത്. സോ ഇത് തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് ക്യൂട്ട് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. നല്ല ക്യൂട്ട് ചോക്ലേറ്റ്സ് ആണ്. അങ്ങനെ നമുക്ക് കിട്ടിയ ചോക്ലേറ്റ് അല്ല, ഇവിടുത്തെ മൊറോക്കൻ സ്വീറ്റ് ഒന്ന് കഴിച്ചു നോക്കിയാലോ. സ്വീറ്റ് നല്ലൊരു സ്വീറ്റ് ഇല്ലല്ലോ. ഇച്ചിരി വെള്ളം. ഇത് നല്ലൊരു തീരുമാനം. സ്വീറ്റ് നല്ലൊരു സ്വീറ്റ് തോന്നില്ലട്ടോ. കേക്ക് പിന്നെ കൊള്ളാം. ഒത്തിരി മധുരമൊന്നും ഇല്ലാത്തൊരു സാധനം. ഗൈസ് എനിക്ക് കൈൻഡ് ഓഫ് ഒരു ഖത്തറിൻ്റെ ഫീലാണ് എനിക്ക് തോന്നുന്നത്. മൊറോക്കോ എന്ന് പറഞ്ഞാൽ ലൈക്ക് കൈൻഡ് ഓഫ് നമ്മുടെ ഒരു അറബ് രാജ്യം പോലത്തെ ഒരു ഡെസേർട്ടും അങ്ങനെയൊക്കെ ഉള്ള മണലാരണ്യങ്ങളൊക്കെ ഉള്ളൊരു പ്ലേസ് ആയിട്ടാണ് എൻ്റെ ഇമാജിനറിയിലെ മൊറോക്കോ. പിന്നെ നമ്മൾ അൽബേനിയ പോയി ഇമാജിനറി നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ഇമാജിനറി പോലും ഇല്ലാത്ത റോഡും സ്ഥലങ്ങളും ആയിരുന്നു അത്. അപ്പം ഇതും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് നമ്മുടെ ലെഫ്റ്റ് ഡ്രൈവ് ആണ് കേട്ടോ. അല്ല ലെഫ്റ്റ് ഡ്രൈവ് ആണ്, റൈറ്റ് ഡ്രൈവ് അല്ല, ലെഫ്റ്റ് ഡ്രൈവ് ആണ്.
കൈൻഡ് ഓഫ് ഒരു മൊറോക്കോൻ്റെ ഫീലാണ്. മൊറോക്കോ അല്ല, മറ്റേ അറബ് രാജ്യങ്ങളിലും ദുബായിലൊക്കെ പോകുന്ന ആ ഒരു ഫീലാണ്. റോഡൊക്കെ ഭയങ്കര കിട്ടുന്ന റോഡാണ്. ഇനി ഉൾപ്രദേശത്തോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം. മേ ബി എയർപോർട്ടിൻ്റെ പരിസരം ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. മറാച്ചി അല്ലല്ലോ, മറാച്ചി നമ്മുടെ അൽബേനിയല്ലേ. എടാ അഗ്നി, ഇത് ഏത് എയർപോർട്ടിലാണ് വന്നത്? നമ്മൾ മറാക്കേഷ് എന്ന് പറയുന്ന എയർപോർട്ടിലാണ് നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകെ വിശേഷങ്ങളൊക്കെ കാണാട്ടോ. നമ്മളൊരു ഹില്ലിൻ്റെ മണ്ടയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സഹാറേൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സഹാറ മരുഭൂമിയിൽ നമ്മൾ ഇന്നല്ല പോകുന്നത്. സൺഡേ ഓർ മൺഡേ ആ ദിവസത്തെ ഏതുമാണ് സഹാറ മരുഭൂമിയിൽ പോകുന്നത്. ഇവിടുത്തെ ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല. ഭയങ്കര ചൂടാണ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് പോകുന്ന വഴി. മാത്രമല്ല വീടുകൾ ഭയങ്കര കിടിലൻ വീടുകൾ. നമ്മളെ പോലെ അടുക്കി നിൽക്കുന്നതല്ലല്ലോ, ഒറ്റയ്ക്കുള്ള വീടുകളും. അതും ബംഗ്ലാവ് പോലത്തെ വലിയ വീടുകൾ, വലിയ ഗേറ്റ്, 3 നില കെട്ടിടമൊക്കെ. അത് കാണാൻ തന്നെ എന്ത് രസം പറയാം. ചുവപ്പ് കളർ, പച്ച കളറിലൊക്കെ പെയിന്റ് ഒക്കെ അടിച്ചിട്ട്. ഇനി വീട് എന്തെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇവിടുന്ന് എൻ്റെ 2 അവർ കഴിഞ്ഞിട്ടാണ് നമ്മളെ ലഞ്ച് ബ്രേക്ക്. പറയാതിരിക്കാൻ വയ്യ. ഇവിടുത്തെ നല്ല രസമുണ്ട്. വഴിയൊക്കെ പോണ കാണാൻ ഭയങ്കര ഭംഗിയാണ്. 2 വീഡിയോ മാറി കണ്ടാൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും ചൂടൊഴിച്ച് മാറ്റി കഴിഞ്ഞാൽ സത്യം പറഞ്ഞ വേറെ ഒരു വൈബ് കേട്ടോ. നമ്മൾ ഇത്രയും ഒരു 2 മിനിറ്റിന് മുന്നിൽ കണ്ട സ്ഥലമല്ല ഇപ്പൊ കാണുന്നത്. എൻ്റർലി ഡിഫറെന്റ്. കുറച്ച് നേരത്തെ ഫുള്ള് മരുഭൂമിയായിരുന്നു. ഇപ്പൊ കുറച്ച് പച്ചപ്പ്, കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വീടുകൾ. സത്യം പറഞ്ഞെങ്കിൽ ഒരു ഇങ്ങനെ ടിക്കുന്ന സൗണ്ട് കേൾക്കുന്നതിൻ്റെ ഇടയിൽ വിട്ടിട്ട് സ്ഥലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് പറയണേ, എൻ്റെ ഇമാജിനറിയിലുള്ള മൊറോക്കോ ഇതല്ല. പക്ഷെ ഇമാജിനറിയിലുള്ളതിനെക്കാളും വൈബ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അത്രയും കിടിലം സ്ഥലം. ഇത് അവിടെയൊക്കെ റോഡാണ്. നമ്മളിങ്ങനെ കണ്ടിരുന്നു പോവും. ഏതോ ഒരു ഹിൽ സ്റ്റേഷൻ നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ കണ്ടോ ഈ വീടുകളുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ ഒരു സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ വീടൊക്കെ ഇങ്ങനത്തെ ഭാഗത്താണ്. ഇങ്ങനെ കേട്ടോ ഒരു സൈഡിലോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നത്. അയ്യോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്ത് രസമാണെന്ന് അറിയാമോ ഇങ്ങനെ കണ്ടിരിക്കാൻ. ഇവിടെ എല്ലാവരും എന്തൊക്കെയൊക്കെ ചെയ്യുന്നു. ഇവിടെ 2 പേരും കൂടെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീരജയുടെ ആസ്വാദനത്തിലൂടെ ഞങ്ങളിങ്ങനെ ഒഴുകിയിരിക്കുക. ഞങ്ങൾ അങ്ങനെ ആസ്വദിക്കട്ടെ. അത് കണ്ട സ്ഥലം കണ്ടോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. കണ്ടോ, ഇതാണ് ഇതിന്റെ. ഇപ്പൊ നല്ല തണുപ്പ് വരുന്നുണ്ട്. പക്ഷെ അത് AC ഈ മല എത്തിയപ്പോ നല്ല തണുപ്പ് വരുന്നുണ്ട്. പക്ഷെ അത് AC തണുപ്പാണ്. പുറത്ത് നല്ല ചൂടാണ്. നല്ല ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. നല്ലപോലെ വെള്ളം കുടിക്കണം. കണ്ട നല്ല രസമല്ലേ? ഭയങ്കര രസമാണ്. ക്യൂട്ടായിട്ടുള്ളൊരു സ്ഥലം. നമ്മളിതേ ഫുഡ് കഴിക്കാൻ എത്തിയേക്കുവാണ് ഫൈനലി. ഇപ്പോൾ ടൈം 3 o'clock ആയി. ഞങ്ങൾ ഏകദേശം 2.5 മണിക്കൂർ ട്രാവലിന് ശേഷം ഫുഡ് കഴിക്കാൻ ഇറക്കിയാണ്. എന്താണ് ഫുഡ് എന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മളിങ്ങനെ രണ്ടും കൽപ്പിച്ച് കയറി ചെല്ലുവാണ്. ലൈക്ക് നല്ലൊരു മിൻറ്റ് ടീ തന്നെ തുടങ്ങാം. കാരണം ഇച്ചിരി ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. കാരണം വണ്ടിക്കകത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. സോ ചൂടായിട്ടൊരു മിൻറ്റ് ടീ തന്നെ തുടങ്ങാൻ എന്തായാലും. പിന്നെ കൈ വാഷ് ചെയ്യണം. ഹൈ കൊള്ളാട്ടോ, നല്ല രസമുണ്ടല്ലേ. ഫ്രണ്ട് കണ്ടപ്പോൾ തോന്നിയില്ല ഉള്ളി ഇങ്ങനെയായിരിക്കും. മന്തി കഴിക്കണം എന്ന് വലിയ ആഗ്രഹമായിട്ട് വന്നു ഞങ്ങളുടെ മുന്നിൽ എത്തിയേക്കുന്നത് ഈ ഒരു ലിമിറ്റഡ് മെനു ആണ്. എന്താണെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തവും ഇല്ല. പിന്നെ ഇത് ഇവരുടെ ലാംഗ്വേജും ഇതിൻ്റെ ഇപ്പുറത്ത് ഇത് ഇവരുടെ ലാംഗ്വേജും ഇതിൻ്റെ ഇപ്പുറത്ത് ഇംഗ്ലീഷിൽ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്ത് കൊള്ളാം എന്ത് കൊള്ളത്തില്ല എന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും കുഴപ്പമില്ല. 2 പേരും വായി നോക്കി ഇരിക്കുന്നുണ്ടെന്ന് നോക്കി ഇരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവും. ക്യാമറ കാണിക്കാൻ വേണ്ടി എന്ത് കഴിക്കാം അത്തലപ്പത്തല പറയാം. എന്ത് വിളക്കൂരി ഇതിന്റെ സാരം. എല്ലാവരും അവിടെയും ഇവിടെയൊക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഓർഡർ ചെയ്ത 3 സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. ചിക്കൻ ഷക്കൂസ്, അതെ, ലാം ചോപ്സ് വിത്ത് റൈസ് ആൻഡ് ഫ്രൈസ്. പിന്നെ ഇത് കസ്കൂസ് ലാം, നമ്മുടെ എന്താ ബിരിയാണി റൈസ്, അതെ ട്രഡീഷണൽ ഫുഡ്. ഉപ്പുമാവിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് എന്തോ ഒരു സാധനം അവർ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അറ്റാക്ക് ചെയ്താലും അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങ് തുടങ്ങി തന്നെ. Explain for the process how they can. Yeah, you can. This is the Argan picture. ഈ Take a video.
ഈ മരത്തിൽ നിന്നിട്ട് And this is argan fruit. ഓക്കെ Ready to wet. Couldn't take away. ഈ ഫ്രൂട്ട് എടുത്തിട്ട് അത് തൊലി ഇതേ കളഞ്ഞിട്ട് The first step, remove the shell. Take the nut. ഓക്കെ ഓക്കെ തൊലി കളഞ്ഞിട്ട് ഇതേ ഇങ്ങനെ ഇരിക്കും. ഇവരാണ് ഇവിടെ ഇരുന്ന് തൊലി കളയുന്നത് കേട്ടോ. അവർ നമുക്ക് ആ ഓയിൽ ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് പറഞ്ഞു തരുവാ. And break the nut to separate argan almond. ഓക്കെ എന്നിട്ട് ഇതിന്റെ ആ ഒരു ഉള്ളും പൊട്ടിച്ചതിന് ശേഷം അതിനകത്തുള്ള പൾപ്പ് മാത്രം എടുക്കും. Argan almond for making argan oil for cosmetic. And second the shell for fire and decoration. ഫോർ ഫയർ. ഓക്കെ ഈ ഷെല്ല് ഫയറിനും ഡെക്കറേഷനും എടുക്കുന്നു കേട്ടോ പറയുന്നത്. അതിനുശേഷം നേരെ ഇങ്ങോട്ട് വരുമ്പം ഇവരത് ട്രൈ ചെയ്യും. This is almond, no roasted for making argan oil for cosmetic. The almond roasted for making argan oil for cooking and eating. ഓക്കെ കുക്കിംഗ് ആൻഡ് ഈറ്റിംഗ്. ഓക്കെ എന്നിട്ട് ഇവര് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് So we crush the almond. Okay. Crush them off to get this and this Okay. and let rush or water to separate argan oil for cooking and eating. And this paste for making black soap for the scrub. ഓക്കെ അവർ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ മിക്സി ഒന്നും അല്ല കേട്ടോ. ഇങ്ങോട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഇത് വെച്ച് അവർ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഈ ഒരു സാധനത്തിലേക്ക് അരച്ചിട്ട് അത് വീണ്ടും ഡ്രൈ ചെയ്ത് ഇങ്ങനെ ആക്കിയെടുക്കും. അവിടെ നിന്ന് നേരെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതാണ് അവർ അരയ്ക്കുന്ന പേസ്റ്റ്. This is argan oil for cooking and eating. Honey, the flour, the argan, almond butter. ആൽമണ്ട് ബട്ടർ, പിന്നെ ഓയിൽ കുക്കിങ്ങിനും ഈറ്റിങ്ങിനും, പിന്നെ ഇത് ഹണിയാണ്. ഓ ഈ സാധനമാണ് നമുക്ക് അവർ കഴിക്കാൻ തന്നത് കേട്ടോ. ഈ സാധനം അവർ കഴിക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഇതാണ് ഏത് തേൻ? തേനല്ലേ? ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരുപാട് ഫേസ് പ്രോഡക്ട്സും റിയൽ ആയിട്ടുള്ള ഈ ഒരു സംഭവത്തിൽ നിന്ന് ഉണ്ടാക്കുന്ന അർഗാൻ ക്രീം വിത്ത് റോസ് ഉണ്ടാക്കുന്ന അർഗാൻ ഓയിൽ അങ്ങനെയുള്ള ഒരുപാട് റിയൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. അവർ നമ്മുടെ മുന്നിൽ നിന്നാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോപ്പുണ്ട്, ഫേസ് ക്രീം, ഷാംപൂ, കണ്ടീഷണർ എല്ലാം തന്നെ ഉണ്ട്. ഇവിടെ നല്ല ക്ലിയർ ഉണ്ട്. പുറത്തുനിന്ന് കണ്ട പോലെ അല്ല കേട്ടോ. ഉള്ളി കയറിയപ്പോ ഒരു നല്ല വൈബ്. അതെ സത്യം. പുറത്തൊരു എന്താ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് ചിന്തിച്ചകത്ത് കാരണം ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്സും ഒരേപോലെ തന്നെ. എല്ലാ വീടാണോ ബിൽഡിംഗ് ആണോ എന്താണെന്നും മനസ്സിലാവാത്ത കൺസ്ട്രക്ഷൻ ആയിട്ട് ഇവിടുത്തെ. വലിയ ഫോട്ടോയും കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഹോട്ടലിന്റെ. അതേപോലെ തന്നെ ചില സ്ഥലത്ത് ഭയങ്കര ചൂടും ചില സ്ഥലത്ത് ഭയങ്കര തണുപ്പ്. അങ്ങനെ ഒരു പ്രത്യേക ക്ലൈമറ്റ് കയറിയപ്പോ ചൂട് സഹിക്കാൻ വയ്യാതെ ഇവിടെ എത്തിയപ്പോ എനിക്ക് ഇവിടുത്തെ ചായ കുടിക്കണം. ഫേമസ് ആണ്. എല്ലാവരും ഇവിടെ മിനിറ്റ് കുടിക്കും. കഴിച്ചോ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലയോടി വന്നു. കൈവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. ത്രിപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാൻ ഓടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായി ഓടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്തു പരിഭവം മെല്ലെ ഓടി വന്നുവോ അവനി സാക്ഷിയായി. നിങ്ങളിത് കണ്ടോ? 3 സ്ഥലമാണ്. അവിടെ ബ്രൗൺ കളറ്, ഇവിടെ നല്ല വെയില്, അപ്പുറത്ത് ഗ്രീൻ സീനറി കണ്ടോ. 3 വ്യൂവും കൂടെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. എന്ത് രസമല്ലേ? ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും ഭയങ്കര വൈബായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നമ്മുടെ ടൂറിസ്റ്റുകാരനെ മലയാളം പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. കണ്ടോ ഇവിടുത്തെ വ്യൂ കണ്ടോ? നല്ല രസമുണ്ട്. നമ്മളിത് ഈ ഒരു ഭാഗത്തേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കുവാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വേറൊരു കളറ്
ഇവിടെ ഒരു വേറൊരു കളറ്, അതിൻ്റെ അവിടെ ഫുള്ളും ഗ്രീന്, അതിൻ്റെ ബാക്കിൽ വേറൊരു കളറ്. ഇതെന്താണിത്? അയ്യോ ഈ റോഡ് എന്ത് രസമല്ലേ. ഓൾമോസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ കാറിൽ കയറാൻ പോവുകയാണ്. ഇവരൊക്കെ ഇതേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ക്രൈസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിലും മേടിക്കാൻ ഭയങ്കര ക്യൂട്ടായിരിക്കും. പിന്നെ ഇവിടെ നല്ല തണുപ്പുണ്ട്. രാവിലെ ഭയങ്കര ചൂടായിരുന്നു, ഇപ്പോൾ ഭയങ്കര തണുപ്പ് ഫ്രീസായി പോകുന്നു. പക്ഷെ നമ്മുടെ യുക്കിൽ അത്ര തണുപ്പില്ല, എന്നാലും കൈയൊക്കെ നല്ല തണുപ്പുണ്ട്. ഇനി നമ്മൾ കാറിൽ കയറിയിരിക്കാം. കാറില്ല, നമ്മുടെ വണ്ടിയിൽ കയറിയിരിക്കാം. പണവും പ്രതാപവും നമുക്കെന്തിനാ, പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ, വാ വാ പുട്ടേ വാ പുട്ടിൻ്റെ പൊടിയേ വാ. അത് ആ ഒരു ഹോയ് വിട്ടത്. കപ്പല് വാങ്ങുമ്പോ കാശില്ലാത്തോ, പണമുള്ളവൻ മാളിക പണിയുമ്പോ പാവങ്ങളോ പാരാവിരിക്കുന്നു, പുട്ടേവാ പുട്ടിൻ്റെ പൊടിയേവാ. സോ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ഗ്രോസറി സാധനങ്ങൾ, പിന്നെ മെയിൻ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്താണ്, ഇതൊരു തീരുമാനിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. ഇനിയും 3 മണിക്കൂർ. ഇപ്പൊ സമയം എത്രയായി? ഇവിടെ 7 മണിയാവും. 7 മണിയായ ഞങ്ങൾ രാവിലെ 11 മണിക്ക് എയർപോർട്ടിൽ എത്തിയ ഞങ്ങളാണ്. ഇതുവരെ ഇപ്പോഴാണ് ഒന്ന് മനുഷ്യവാസമുള്ള സ്ഥലം എത്തിപ്പെട്ടത്. ഇത്രയും നേരം ഇല്ലാത്ത സ്ഥലത്തും കൂടി ഞങ്ങൾ യാത്ര ചെയ്ത്. ഇനി 3 മണിക്കൂറും കൂടി കഴിയുമ്പോഴും ഞങ്ങള് ഇന്നത്തെ കാര്യത്തിൽ പടാവും. പിന്നെ നാളെ ഞങ്ങള് എന്തെങ്കിലുമൊക്കെ ഓണാവും. ആ സന്തോഷം കണ്ടു പോത്തെ. ഏതെടുക്കും? ഓക്കെ എടുത്തോ, സൂപ്പർ സ്ട്രോങ് ആണ്. എടുത്തോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമ്മളിതേ കയറി ചെല്ലുന്നുണ്ട്. നമ്മളുടെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് കയറി വരുന്നത്. പക്ഷെ ഇവിടെ ഉൾഭാഗം എങ്ങനെയാണെന്ന് തെളിച്ചിട്ട് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഹോട്ടലാണെന്നൊക്കെയാണ് കേട്ടെ. അങ്ങനെയാണ് അറിവ്. കണ്ടോ കള്ളല്ലേ, അവിടെയുണ്ട്. ഇതാട്ടോ നമ്മുടെ ബെഡ്, നല്ല രസമുണ്ട്. 4-3. സോ ഇവിടുത്തെ എല്ലാ റൂമും ഭയങ്കര വലിയ റൂമാട്ടോ. ഇത് രണ്ടുപേരും, ഇത് കപ്പിൾ റൂമാണ്. കപ്പിളപ്പോൾ 2 കപ്പിൾ ഇങ്ങനെ മാറി മാറി കിടക്കും. ഒരുമിച്ച് കിടക്കാനല്ലേ കപ്പിൾ റൂം. ഭയങ്കര എസ്തറ്റിക്കായിട്ട്, ഭയങ്കര ഒരു ക്രിയേഷനായിട്ട്, ഇൻറ്റീരിയർ വർക്ക്സ് ആണെങ്കിലും യൂസ് ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചർ ആണെങ്കിലും എല്ലാം ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റൂമാണ്. ഞങ്ങളുടെ റൂം താഴെയാണ്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ റൂം കാണാൻ വേണ്ടി വന്നു. പിന്നെ ഇതിൽ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത്, പൂളുണ്ട് ഗൈസ്. ചൂടുവെള്ളമാണോ തണുത്ത വെള്ളമാണോ? നമുക്കിത് ഇവിടേക്ക് വന്നിരുന്ന് 2 എണ്ണമൊക്കെ അടിച്ച്. തണുത്ത വെള്ളം, തണുത്ത വെള്ളം. പക്ഷെ ഇതിൻ്റെ ഒരു വൈബ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്തൊരു വൈബ്. ഇവിടുന്ന് താഴോട്ടങ്ങനെ വീണ അത്രയേ ഉള്ളൂ. സോ നമ്മുടെ ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത്. ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള ഇത്, നമ്മുടെ വല പോലത്തെ, വലയല്ലല്ലോ എന്താ പറയുന്നത്, മാറ്റ് നെയ്തൊക്കെ വെച്ചേക്കുന്നതും, പിന്നെ പ്ലേറ്റൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്.
എന്നാലും ഫോക്ക് നൈഫൊക്കെ കൊണ്ട് കഴിക്കാൻ പാടുള്ളൂ. കൈ കൊണ്ടൊന്നും ആരും കഴിക്കാൻ പാടില്ല. എല്ലാരും ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് റെഡി ആയി. അവലോസ് കൂടിയല്ല, ആർഗനോയില്. ആർഗനോയില അതിന്റെ അപ്പുറത്ത് അവര് മറ്റു മേക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു ഇത് റിസോർട്ടോ ഹോട്ടലോ റൂംസോ ഒന്നും അല്ല, ലൈക്ക് കൈൻഡ് ഓഫ് ഭയങ്കര എസ്തറ്റിക് ആയിട്ട് അവരുടെ ആ ഒരു ഓർഗനൈസേഷൻ തന്നെ ഭയങ്കര കിടിലാണ് കേട്ടോ. നല്ല രസമുണ്ട്. വാഷ് ബേസിന്റെ ഏരിയ ഒക്കെ കണ്ടോ, വൃത്തിയില്ല എന്നാലും ഈ ഒരു ഭാഗമൊക്കെ നല്ലതാണ്. മുകളിൽ പൂളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആണ് കേട്ടോ ഇവിടുത്തെ മിനി പിസ്സ അല്ലേ? മിനി പിസ്സ മിനി പിസ്സ. ഓക്കെ അടുത്ത പേര് കൊണ്ടുവന്നത് കഞ്ഞിയും പയറും. ടർക്കിയിലല്ല പോളിഷ്. ലൈക്ക് ഇത് നമ്മുടെ നോർമൽ പോളിഷ് അല്ല, കൊത്തുകഞ്ഞി അങ്ങനെയൊക്കെ പറയുന്ന കേട്ടില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. നുറുക്ക് ഗോതമ്പിന്റെ ഒക്കെ. അതെന്താടാ? ചിക്കൻ നിറച്ചുകൊണ്ടോന്ന് അല്ലേ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പൊ അതേ അടുത്ത സാലഡ് പോർജ് കഴിഞ്ഞാൽ അടുത്തതായി ഇവർ അവതരിപ്പിക്കുന്നു സാലഡ് വിത്ത് ചീസ് സാലഡ്, ജാം, പിന്നെന്താ ലൈക്ക് ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ. എങ്ങനെയുണ്ട്? എനിക്ക് പറ്റിയതല്ല, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. നോക്കി ആണോ? ദൈവം കഴിച്ചിട്ട് പറയട്ടെ. എന്റെ കയ്യിൽ ഒറ്റ കയ്യിൽ നിങ്ങളുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ നാട്ടിലെ യങ് സ്കീം പ്രൊഫഷണൽ വിസയിൽ വന്ന ഒരേ ഒരു വ്യക്തി ഞാൻ UK നിന്ന് കണ്ടുമുട്ടി. യങ് പ്രൊഫഷണൽ സ്കീം വിസയില്ലേ, എന്നിട്ട് മോദി വന്നിട്ട് 2000 ആൾക്കാർ. നിങ്ങൾ ഫുഡിനെ കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യൂ. അതാണ് നമ്മളെ കണ്ടറിയാം. അവർക്ക് ആദ്യം വിളമ്പണ്ടേ അടിച്ച് പറക്കും. മഷടിച്ച് പറക്കാം. നമ്മുടെ ലാസ്റ്റ് ഡിഷ് തന്നില്ല, ഇനി ഒരു ഡിഷ് കൂടെ ഉണ്ട്. അത് ഡെസേർട്ട് ആയിരിക്കും വെക്കുന്നത്. ചിക്കൻ ആൻഡ് കീഷാണ്. അയ്യോ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ഒരു ഫുഡ് ഒന്ന് ജസ്റ്റ് കഴിച്ചു നോക്കട്ടെ എന്താന്ന്. ധനിച്ച് എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? എനിക്ക് ഈ വീഡിയോ അയച്ചു തരണേ നീരജ്. ചാടരുത്. ചാടിക്കോ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഒത്തിരി മധുരമൊന്നും ഇല്ലാത്തൊരു സാധനം.